തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി സേവനമനുഷ്ഠിച്ച വേണുഗോപാൽ ജെയുമായുള്ള അഭിമുഖം. നമ്മുടെ പരിപാടിയിലെ ഇന്നത്തെ അതിഥി ലോക്കോ പൈലറ്റ് എക്സ്പ്രസ് ആയിട്ട് തിരുവനന്തപുരം ഡിവിഷനിലെ എറണാകുളം സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച വേണുഗോപാൽ ജെ ആണ്. നമുക്കറിയാം, ഒരുപാട് ആളുകളെ വളരെ സുരക്ഷിതമായിട്ടൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന ആ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പരിപാടിയിൽ ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് ഇങ്ങനെ ഈ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞ ജോലി എന്താണെന്ന് അറിയാൻ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ ട്രെയിനിൽ കയറി പോകുന്നു, പല യാത്രകൾ ചെയ്യുന്നു. ഇതിന്റെ ഈ ചലനം ഇങ്ങനെ നിയന്ത്രിക്കുന്ന ആളെ പറ്റി, ആളെ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു കൗതുകം ജനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. എങ്ങനെയാണ് സാറ് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് എന്നുള്ള ആ ഒരു ജോലിയിലേക്ക് കടന്നു വരുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായതാണ്. 1980കളിൽ തൊഴിലില്ലായ്മ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്തൊക്കെ IT കമ്പനികൾ, അതുപോലെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായിരുന്നുകൊണ്ട് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഗൾഫ് മേഖലയാണ്. അപ്പോൾ ആ ഗൾഫ് മേഖലയിലേക്ക് പോകാനുള്ള ആ ഒരു ജോലിയോടൊരു ചെറിയൊരു ഇഷ്ടക്കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ധാരാളം ആഡ് കണ്ടിട്ട് ഇങ്ങനെ അയക്കാറുണ്ടായിരുന്നു. അതിലൊന്നും മാത്രമായിരുന്നു, അല്ലാതെ ഒരു ലോക്കോ പൈലറ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അന്ന് അത് അയച്ചു, അതിന് കോൾ ഫോർ ചെയ്തു, അതിൻ്റെ ടെസ്റ്റ് എഴുതി, ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ഓരോരോ കടമ്പകളുണ്ട്. നിരവധി കടമ്പകൾ കടന്നാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോസസ്സിലേക്ക് എത്തുന്നത്. അതെല്ലാം എങ്ങനെയൊക്കെയോ ആയി. അങ്ങനെ 1986 ഒക്ടോബർ മാസത്തിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. എവിടെയാണ് സാർ ജോയിൻ ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഡിവിഷനിലേക്കുള്ള വേക്കൻസിക്കാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. തിരുവനന്തപുരം ഡിവിഷനിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ട്രെയിനിങ് സ്കൂളുണ്ട്. അന്ന് സ്കൂളെന്നാണ് വിളിക്കുന്നത്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരായി. ആ ഒരു സ്കൂളിലേക്ക് നമ്മളെ അയക്കുന്നു പരിശീലനത്തിന് വേണ്ടിയിട്ട്. അവിടെ പരിശീലനം എന്ന് പറഞ്ഞാൽ തിയറി ആൻഡ് പ്രാക്ടിക്കലൊക്കെ ഉണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന പോലെ ട്രെയിൻ ഓടിപ്പിച്ചിട്ടുള്ള ഒരു ഇതല്ല. മെയിൻലി ട്രബിൾ ഷൂട്ടിംഗ് ആണ്. അതായത് റെയിൽവേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ട്രെയിൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു തകരാറുണ്ടായി വഴിയിൽ നിന്നുപോയാൽ മറ്റാരും അവിടെ സഹായിക്കാനുണ്ടാവില്ല. റോഡ് വെഹിക്കിൾസ് പോലെ ഒരു അടുത്തെങ്ങും വർക്ക്ഷോപ്പ് പോകുന്ന ഒരു കാര്യം പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ജോലി ചെയ്യുന്ന 2 പേര്, അതായത് ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. അന്നത്തെ കാലത്ത് ഡ്രൈവർ എന്നായിരുന്നു അതിൻ്റെ ഡെസിഗ്നേഷൻ്റെ പേര്. അസിസ്റ്റൻറ്റ് ഡ്രൈവർ അല്ലെങ്കിൽ ഡീസൽ അസിസ്റ്റൻറ്റ്. അന്ന് ഡീസലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ പ്രധാനമായിട്ടും റെയിൽവേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ മെക്കാനിക്കലായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ അത് പഠിപ്പിക്കുകയും അതിൻ്റെ പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളൊക്കെ പാസ്സായതിനു ശേഷം പിന്നെ ലൈൻ ട്രെയിനിങ് എന്ന് പറയുന്ന അതൊരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ലൈൻ ട്രെയിനിങ് ആണ്. ആ ലൈൻ ട്രെയിനിങ്ങിനോടുകൂടി ട്രെയിനിങ്ങുകൾ തീരുകയും നമ്മളെ ഡീസൽ അസിസ്റ്റൻ്റായിട്ട് ഇൻഡക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതെ. ആദ്യം ഡീസൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡെസിഗ്നേഷൻ്റെ പേര്. അതിനകത്ത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കുകയല്ല, ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിന്, അതായത് അന്നത്തെ കാലത്ത് ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് സാങ്കേതികപരമായിട്ടുള്ള അസിസ്റ്റൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ചെക്കിങ്, എൻജിനുകളും അനുബന്ധ ഭാഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുക, ഓയിലുകളൊക്കെ ടോപ്പപ്പ് ആയിട്ടുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യുക. ഈവൻ ട്രെയിനിൽ വെള്ളം വരെ ഉണ്ട്, വാട്ടർ കൂളിംഗ് ആണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ലെവലെല്ലാം നോക്കുക. അതുപോലെ തന്നെ ഓൺ റണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന് സ്റ്റിയറിംഗ് എന്ന് പറയുന്നതില്ല. പാളം എങ്ങോട്ട് സെറ്റ് ചെയ്തോ അങ്ങോട്ടാണ് ട്രെയിൻ ഓടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രെയിനെ ഗൈഡ് ചെയ്യുന്ന സിഗ്നൽസ് വഴിയാണ്. ഈ സിഗ്നൽസ് നമുക്ക് തരുന്ന ഗൈഡൻസിലൂടെയാണ് ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഈ സിഗ്നൽസ് നമ്മൾ കോൾ ഔട്ട് ചെയ്യും. അതിനകത്ത് കോൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ അത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ഡീസൽ അസിസ്റ്റൻറ്റ് കണ്ടു എന്ന് ഉറപ്പിക്കുകയും ആ കണ്ട ഒരു മെസ്സേജ് ഡ്രൈവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡ്രൈവർ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അതിനാണ് കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പച്ച സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഞങ്ങൾ പ്രൊസീഡ് എന്നാണ് ടെക്നിക്കലി പറയുന്നത്. പച്ച എന്നല്ല, അല്ലെങ്കിൽ ഗ്രീൻ എന്നല്ല, പ്രൊസീഡ് എന്നാണ് പറയുന്നത്. ഡീസൽ അസിസ്റ്റൻ്റ് അവിടെ നിന്ന് പ്രൊസീഡ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. അത് കേട്ടിട്ട് ആ റൈറ്റ് പ്രൊസീഡ് എന്ന് തിരിച്ച് ഡ്രൈവർ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ആരാണ് ആദ്യം കാണുന്നത് ആരാണ് ആദ്യം അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അതിനകത്തൊരു ജോലിയാണ്. ഡീസൽ അസിസ്റ്റൻ്റ് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് സിഗ്നൽസ് കോൾ ഔട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇതുണ്ട്, അത് ഏത് സമയത്തും പ്രായോഗികമാകുന്നില്ല. എന്തെങ്കിലും ഒരു അപകടം മുന്നിൽ ആദ്യം ഡീസൽ അസിസ്റ്റൻ്റാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടൊരു സെപ്പറേറ്റ് ബ്രേക്കും ഉണ്ട്.
പെട്ടെന്ന് തന്നെ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അതുമല്ല, കൂടെ ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ ബോധരഹിതനാവുകയോ അല്ലെങ്കിൽ ഈവൻ മരിച്ചു വീഴുകയോ വരെ ചെയ്യാം. അങ്ങനെയുള്ളൊരു ആപൽ ഘട്ടത്തിൽ ആ ട്രെയിനിൻ്റെ നിയന്ത്രണം വളരെ പെട്ടെന്ന് ഏറ്റെടുത്തുകൊണ്ട് സേഫായിട്ട് എത്തിക്കുക. ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ള പവർ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രം ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക, അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതും കൂടെ ഈ ഡീസൽ അസിസ്റ്റൻ്റ് ചുമതലയാണ്. ഇത്രയുള്ള ഡീസൽ അസിസ്റ്റൻ്റ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു യാത്ര ഓർമ്മയുണ്ട്? ഏത് സ്റ്റേഷനിൽ നിന്ന് ഉണ്ട്, ഓർക്കുന്നുണ്ട്. അതൊരു ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു. ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് എറണാകുളം മാർഷലിംഗ് യാർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത്. മാർഷലിംഗ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനുകളുടെ വാഗണുകൾ കൂട്ടി ചേർത്ത് ഒരു ഗുഡ്സ് ട്രെയിനാക്കി മാറ്റി അവിടുന്ന് പുറപ്പെടുന്ന യാർഡിനെയാണ് മാർഷലിംഗ് യാർഡ് എന്ന് പറയുക. അവിടെ യാത്രാ ട്രെയിനുകളൊന്നും ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവിടുന്ന് ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നൊരു ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് പ്രത്യേകിച്ച് ആ യാത്രയിൽ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടെയും ആ യാത്ര ഞാൻ ഓർക്കുന്നു. ഒരു ഓയിൽ ടാങ്ക് ആയിരുന്നു. ഓയിൽ ടാങ്ക് ആയിട്ട് ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് പാലക്കാട് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. പക്ഷേ ക്രൂ ബീറ്റ് അവിടെ അവസാനിക്കുമെങ്കിലും ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് മുതൽ ഡ്യൂട്ടി തീരുന്നത് വരെ ഏകദേശം 10 മണിക്കൂർ കൂടുതലാവും സമയം. ഒറ്റ സ്ട്രെച്ചിന് 10 മണിക്കൂർ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് ആഹാരം കഴിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും സമയം റെയിൽവേ അനുവദിച്ചു തന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിനിൻ്റെ ക്രോസിങ്ങിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റ് സാങ്കേതികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ പോയി ചെയ്യാമെന്നല്ലാതെ മറ്റ് ഫെസിലിറ്റികളൊന്നും റെയിൽവേ തന്നിട്ടില്ല. ഇതായിരുന്നു ആദ്യത്തെ ട്രെയിൻ ആയിട്ട് ഞാൻ ഓർക്കുന്നത്. ഇപ്പം അസിസ്റ്റന്റ് ആ ഒരു ഇതിലായിരുന്നല്ലോ ഫസ്റ്റ് ട്രെയിനിങ്ങിന് ശേഷം ആദ്യം വിടുന്നത്. പിന്നെ ആ മെയിൻ ആയിട്ടുള്ള ലോക്കോ പൈലറ്റ് എന്ന റോളിൽ ആദ്യമായിട്ട് പാസഞ്ചർ ഉള്ള ഒരു ട്രെയിൻ ഓടിച്ചത് ഓർമ്മയുണ്ട്? അത് ഓർമ്മയുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ മൈൽ സ്റ്റോൺ ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മറക്കില്ല. ആദ്യമായിട്ട് ഈ ഡീസൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിൽ നിന്നും പ്രൊമോഷൻ കിട്ടുന്നത് ഷണ്ടിങ് ഡ്രൈവറായിട്ടാണ്. അപ്പോൾ ഷണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമുള്ള ജോലിയാണ്. അത് സ്റ്റേഷനിൽ മാത്രം ജോലി ചെയ്താൽ മതി, ഒരു ദൂരേക്കൊന്നും പോകണ്ട. ഓരോ എഞ്ചിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, വാഗണുകൾ കൂട്ടി യോജിപ്പിക്കുക, അത് മാത്രം മതി. അതിനുശേഷമാണ് ഗുഡ്സിലേക്ക് വരുന്നത്, ഗുഡ്സ് ഡ്രൈവർ. ഞാൻ ആ സമയത്ത് പോലും ഡെസിഗ്നേഷൻ ഗുഡ്സ് ഡ്രൈവർ എന്നായിരുന്നു. ഗുഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് അസിസ്റ്റൻറ്റും വലതുവശത്ത് ഡ്രൈവറും, ആ രീതിയിലായിരുന്നു അന്നത്തെ ഡീസൽ എഞ്ചിനുകളുടെ സീറ്റിംഗ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇടത്തിൽ നിന്നും വലതിലേക്ക് മാറുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ റെസ്പോൺസിബിലിറ്റി കൂടി. കാരണം നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഇപ്പുറത്തിരിക്കുന്ന ആൾ അസിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അന്നും ഇതുപോലെ ഞാൻ കൊല്ലത്തേക്ക് ഉള്ള ഒരു ഗുഡ്സ് ട്രെയിനാണ് ആദ്യമായിട്ട് ഓടിച്ചത്. അതും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാതെ കൊല്ലത്തെത്തി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാരാളം മണിക്കൂർ അതിങ്ങനെ പോകും. കാരണം ഇതിന് ഈ മണിക്കൂറുകൾ കൂടുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് ട്രെയിൻ പ്രിപ്പയർ ആവാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിൽ ചെന്നിട്ട് ഇതെല്ലാം ഓക്കെ ആക്കി ഗുഡ്സിൻ്റെ ചെക്കിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയാൽ പോലും അതിന് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ്. ഒരു ഗുഡ്സ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാങ്കേതികപരമായിട്ട് ഓതറൈസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് BPC എന്ന് വിളിക്കുന്ന ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ്. ഈ BPC എന്ന് പറയുന്ന ഇതില്ലാതെ ഒരു ട്രെയിനും ഓടാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ട്രെയിൻ എക്സാമിനറാണ്. അപ്പോൾ ഈ ട്രെയിൻ എക്സാമിനർ ത്രൂ ഔട്ട് പുള്ളിയുടെ കീഴിലുള്ള കുറച്ച് ടെക്നീഷ്യൻസ്, ടെക്നിക്കൽ ആയിട്ട് അറിയുന്ന ജോലിക്കാരുമൊക്കെ ആയിട്ട് ചേർന്ന് ത്രൂ ഔട്ട് ട്രെയിൻ ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് എന്തെങ്കിലും ലൂസ് പാർട്ടിക്കിൾസ് ഉണ്ടോ, ഇതിന് ബ്രേക്കൊക്കെ ഓക്കെ ആണോ, ബ്രേക്കിൻ്റെ പിടിക്കുന്ന ബ്രേക്ക് കട്ടകൾ പീസുകളെല്ലാം ഇൻടാക്റ്റ് ആണോ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് നമുക്ക് എഴുതി ഒപ്പിട്ട് തരുന്ന ഒരു ഡോക്യുമെൻ്റാണ് BPC എന്ന് പറയുന്നത്. അപ്പോൾ ഈ BPC ഒക്കെ കിട്ടാനായിട്ട് കുറേ താമസിക്കും. ഇത് താമസിച്ചു കഴിഞ്ഞാൽ ശരി, നമുക്ക് ആ മെയിൻ ലൈനിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ്സുകളൊക്കെ പോയി തീരണം. എക്സ്പ്രസ്സുകളൊന്നും ഇല്ലാത്ത ഒരു പാസേജ് കിട്ടിയാൽ മാത്രമേ ഈ ട്രെയിനൊക്കെ കടത്തിവിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രീ ഡിപ്പാർച്ചർ ഡിറ്റൻഷൻ എന്ന് പറയുന്ന നീണ്ട കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ റൺ തുടങ്ങുന്നത്. ഈ റൺ തുടങ്ങിയാലും വഴിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസിങ്ങിന് വേണ്ടി, അന്നൊക്കെ ഡബിൾ ലൈൻ ഇല്ല, സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ, ക്രോസിങ്ങിന് വേണ്ടിയിട്ട് പിടിക്കും. ഏതെങ്കിലും ട്രെയിൻ കടത്തിവിടാനായിട്ട് സ്റ്റേഷനിൽ പിടിച്ചിടും. അതുകൂടാതെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു 40 വാഗണുമായിട്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ തിരുവല്ല എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഒരു 10 വാഗണുണ്ട്, അത് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം, അത് ഷണ്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എൻജിൻ ഡിറ്റാച്ച് ചെയ്തിട്ട് ആ ഷണ്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി സമയമാകും. ഇതിനൊക്കെ സമയം എടുക്കുന്നതുകൊണ്ട് ഏതായാലും ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്കും 10 മണിക്കൂർ കൂടുതലാകും. നിയമപരമായിട്ട് ഞങ്ങളെ വർക്ക് ചെയ്യിക്കാൻ പെർമിറ്റ് ചെയ്യുന്ന പരമാവധി സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. തിരിച്ചും പറയാം, 10 മണിക്കൂറോളം ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ചില എക്സ്പ്രസ്സുകളും പാസഞ്ചർ ട്രെയിനുകളും അതിൻ്റെ ആ റൺ അത്രയേ ഉള്ളത് കൊണ്ട് 6 മണിക്കൂർ കൊണ്ടൊക്കെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ഗുഡ്സ് ട്രെയിനിൻ്റെ കാര്യത്തിൽ ഇതിപ്പോഴും 10 മണിക്കൂറിന് മേലെ ആയി പോകാറുണ്ട്. പണ്ടൊക്കെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ.
പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പാസഞ്ചർ ട്രെയിനിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് അങ്ങനെ ഒരു ട്രെയിൻ ഓടിച്ചത്? പാസഞ്ചർ എന്ന് പറയുന്നത് ഒരു ലോക്കോ പൈലറ്റിന് ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു ഇതാണ് പാസഞ്ചർ ട്രെയിൻ ഓടിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെയിലി പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുള്ള ജോലിക്കാരെയൊക്കെ ഉദ്ദേശിച്ചുള്ള മെയിൻലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അധിക ദൂരം പോകേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിനിൻ്റെ ലെങ്തും, ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പല പാസഞ്ചർ ട്രെയിനുകളും മാക്സിമം കൊല്ലം വരെ, അല്ലെങ്കിൽ ചിലത് മാത്രം, ഭൂരിഭാഗവും കായംകുളത്തും ആലപ്പുഴയിലും അവസാനിക്കുന്നു. അതുപോലെ തന്നെ കോട്ടയത്ത് അവസാനിക്കുന്നു. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ളതുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഷൊർണൂർ വരെയുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് അധികം നീണ്ട ജോലി സമയം എടുക്കുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനിലും അത് നിർത്തി ആളുകളെ കയറ്റണം. പക്ഷെ അത് അത്ര വലിയൊരു ബർഡനായിട്ട് നമുക്ക് തോന്നാറില്ല. അതാണ് പാസഞ്ചർ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഓടിച്ച പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുന്നത് കോട്ടയത്തേക്കുള്ളൊരു ട്രെയിനായിരുന്നു. അത് വളരെ സുഖകരം. അത് കോട്ടയത്ത് ചെന്നിട്ട് അന്ന് രാത്രി കോട്ടയത്ത് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കോട്ടയത്തിൽ നിന്നും കൊല്ലത്തേക്ക് പോയി, കൊല്ലത്ത് നിന്ന് വൈകുന്നേരം വീണ്ടും കോട്ടയത്ത് വന്നിറങ്ങി, അങ്ങനെ 3 ദിവസം കൊണ്ടാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. പക്ഷെ എന്നാൽ പോലും വർക്കിംഗ് സുഖകരമാണ്. ഇതിലിപ്പോൾ യാത്രക്കാരുമായിട്ട് ആദ്യമായിട്ട് പോകുമ്പോഴേ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ചെറിയ 2 വീലർ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരാളെ കൂട്ടിയിട്ട് പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നമ്മളാണല്ലോ ഇത് ഓടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഓടിക്കുന്ന ഈ വാഹനത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മളെ കരുതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഡ്രൈവിംഗിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട്. അപ്പോൾ അതിലെ ആ ഒരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഓടിക്കുന്ന സമയത്ത്? അതെ, ഒരു ജോലി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ആൾക്കാർ പുറകിലുണ്ട്. തീർച്ചയായിട്ടും ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിസ്റ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില സമയത്ത്, ഉദാഹരണത്തിന് ഒരു വലിയ പ്രകൃതിക്ഷോഭം നടക്കുന്നു, വെള്ളപ്പൊക്കം സമയമാണ്, കൊടുങ്കാറ്റൊക്കെ ഉണ്ട്, ആ സമയത്ത് ചെറിയൊരു ഭയം തോന്നാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ 36 വർഷവും ഇങ്ങനെ പേടിച്ചുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഭയം ഇല്ല. എന്നാൽ പോലും ചില സമയത്തൊക്കെ ആലോചിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ആദ്യം നമ്മളെ തന്നെയാണല്ലോ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും അൺസേഫ് ആണല്ലോ. അതുപോലെ തന്നെ പുറകിൽ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുമാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ ട്രെയിനും വർക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരു ജോലിയിലും അങ്ങനെ തന്നെയാണല്ലോ. ഇതിൽ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ജോലിയുടെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിസ്ക് ഫാക്ടേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഉദാഹരണത്തിന് ഇതൊരു കൂട്ടായ ഒരു മെഷീനറിയാണ്. അതായത് ഒത്തിരി ആളുകളുടെ ഇതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഈ ട്രെയിൻ ഗതാഗതം എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കോ പൈലറ്റ് മാത്രമല്ല. ലോക്കോ പൈലറ്റ് ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഉണ്ട്, കൺട്രോളേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ട്രിവാൻഡ്രം ഡിവിഷനിലെ കൺട്രോൾ ഓഫീസിലാണ്. ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ സർട്ടിഫൈ ചെയ്യുന്ന ആളിൻ്റെ പങ്കുണ്ട് ഇതിൽ. ഇതുകൂടാതെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ട്രാക്കിൽ വിള്ളൽ കണ്ടിട്ട് അത് ശ്രദ്ധയിൽപ്പെടാതെ പോയി കഴിഞ്ഞാൽ ആ ട്രെയിൻ മറിയും. അപ്പോൾ ലോക്കോ പൈലറ്റിനകത്ത് അതിനകത്ത് റോളില്ല. അതുപോലെ തന്നെ ഇവർ BPC തരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഇളക്കി കിടക്കുന്ന ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ട്രെയിൻ എവിടെയെങ്കിലും മറിയാം. ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിന് ലോക്കോ പൈലറ്റ് ശ്രദ്ധിക്കാതെ ഒരു സിഗ്നൽ പാസ് ചെയ്ത് നമ്മളെ വന്നിടിക്കാം. അതുപോലെ തന്നെ ഈ സിഗ്നൽ സിസ്റ്റത്തിൽ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ കുറച്ച് ആക്സിഡൻറ്റ്സ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സിഗ്നൽ സിസ്റ്റത്തിൽ തന്നെ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകാം. അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് എക്കാലം ഉണ്ടാകാവുന്ന, പക്ഷേ അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഭയമായിട്ട് കൊണ്ട് നടക്കുന്ന, ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് കൈകാര്യം ചെയ്യുന്ന പൈലറ്റ് ആണെങ്കിൽ പോലും അയാൾ ഈ സമയത്തും ഭയന്നല്ല പോകുന്നത്. പക്ഷെ എന്നാലും എല്ലാ കാര്യം ഓൾവേസ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആപ്തവാക്യം. ഏത് എലിമെൻ്റ് ആണോ അവിടെ ഫെയിലിയർ ആകുന്നത്, അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക്. പിന്നെ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിഗ്നൽ പാസിങ് അതൊരു വലിയ റിസ്ക്കാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര സീരിയസ്നെസ് തോന്നത്തില്ലെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ റോഡിൽ നമ്മളൊരു ചുവപ്പ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കണമെന്നാണ് നിയമം. നമ്മളെങ്ങാനും ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ, പണ്ടൊക്കെ ട്രാഫിക് പോലീസുകാരൻ അപ്പം തന്നെ വിളിച്ചിട്ട് ഒരു ഫൈൻ എഴുതി തരും. ഇപ്പോഴാണെങ്കിൽ ഓട്ടോ വീട്ടിൽ വരും, കൂടി വന്നാൽ 500 അല്ലെങ്കിൽ 1000, അതോടെ തീർന്നു. പക്ഷേ ഒരു ലോക്കോ പൈലറ്റ് ഒരു സിഗ്നൽ മറികടന്ന് നിന്നാൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും അയാളുടെ ജീവിതം അതോടെ തീർന്നു. അതായത് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിന് സീരിയസ് ആക്സിഡൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മളൊരു സിഗ്നൽ ഒന്ന് മറികടന്ന് ഒരു 5 സെൻറ്റിമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ അത് ട്രാക്ക് സർക്യൂട്ട് ഉണ്ട് അവിടെ. നമ്മൾ പോയി കഴിഞ്ഞാൽ അത് പോയില്ല എന്ന് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അത് പ്രൂവ്ഡാണ്. അത് കൂടാതെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ ലോഗറൊക്കെ ഉണ്ട്. അതിനകത്ത് ലോഗ് ആയി പോകും ഇത് നമ്മൾ പാസ് ചെയ്തു എന്നുള്ളത്. അപ്പം നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതെ, അതൊരു പക്ഷേ ലോക്കോ പൈലറ്റിൻ്റെ പിഴവാവാം, ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാത്തതാവാം, അതല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളാവാം, സിഗ്നലിൻ്റെ തന്നെ തകരാറാവാം. പക്ഷേ ഇത് വലിയൊരു പിഴവായിട്ട് തന്നെ സീരിയസ് ആയിട്ട് കാണുകയും ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ടെർമിനേഷൻ ഫ്രം സർവീസാണ്, റിമൂവൽ ഫ്രം സർവീസാണ്.
പിന്നെ നമ്മൾ വലിയൊരു വിചാരണ പോലെ കൊണ്ടുപോയിട്ട് ഇതിൽ നിന്നും നമ്മൾ പ്രൂവ് ചെയ്ത് മറ്റ് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പാസ് ചെയ്തതെന്ന് നമ്മൾ തെളിയിച്ചാൽ മാത്രമേ തിരിച്ചു കയറാൻ പറ്റൂ. ഇപ്പോൾ കയറിയാൽ തന്നെ വലിയൊരു പണിഷ്മെൻറ്റോടുകൂടി, അതായത് വളരെ സ്റ്റേജൊക്കെ റെഡ്യൂസ് ചെയ്ത് താഴത്തെ തസ്തികയിലേക്ക് ഡീപ്രൊമോട്ട് ചെയ്തൊക്കെ ആയിരിക്കും തിരിച്ചു കയറുക. 50 വയസ്സിന് മേലിലുള്ള ആൾക്കാരൊക്കെ ഈ പുലുവാലുകളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് VRS എടുത്തിട്ട് പോകാറാണ് പതിവ്. ചിലപ്പോൾ കമ്പൽസറി റിട്ടയർമെൻറ്റും കൊടുക്കാറുണ്ട്. ഇതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. പിന്നെയുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും സമയത്ത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ഇതുപോലെയുള്ള ടെൻഷനുകൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കണ്ടമാനം ക്ഷീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജോലിയാണ്. മറ്റ് പല മേഖലകളിലുണ്ട്, ഞാൻ ഇത് മാത്രമാണ് ബുദ്ധിമുട്ടുള്ള ജോലിയെന്ന് പറയുകയല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതൊരല്പം റിസ്ക് ഫാക്ടർ കൂടിയ ജോലി ആയതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും ടെൻസ്ഡായിരിക്കും, നമ്മുടെ ഉറക്കം ശരിയാകുന്നില്ല, ഭക്ഷണം ശരിയാകുന്നില്ല, ആരോഗ്യം ക്ഷയിച്ചു പോകുന്നുണ്ട്. അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. പല ആൾക്കാരും 40 വയസ്സിന് മേലെ ഡയബറ്റിക് അല്ലാത്ത ആരും തന്നെ ഈ ഒരു മേഖലയിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ മറ്റ് പല രോഗങ്ങൾക്കും അടിമയായിട്ട് ആരോഗ്യം തന്നെ ക്ഷയിച്ച് പോവുകയോ രോഗക്കിടക്കയിലാവുകയോ അതല്ലെങ്കിൽ അകാല മരണം സംഭവിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു 3 പേരാണ് കണ്ടിന്യൂസ് ആയിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ തന്നെ കിടക്കയിൽ നിന്നും വിളിച്ചിട്ട് ഉണരാതെ റെസ്റ്റ് റൂമിൽ ഞങ്ങളെ വിളിക്കും ഓരോ ട്രെയിനിനും. അങ്ങനെ വിളിച്ചപ്പോൾ അനക്കമില്ലാതെ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട ഒരു ലോക്കോ പൈലറ്റ് അടുത്ത കാലത്തുണ്ടായി. അതുപോലെ തന്നെ സെറിബ്രൽ ഹെമറേജ് വന്നിട്ട് BP കൂടിയിട്ട് അയാൾ രാവിലെ ബാത്റൂമിൽ പോയതാണ്, കുറ്റിയിട്ടിരുന്നു. അവസാനം ഡോറ് പൊളിച്ചു നോക്കുമ്പോൾ പുള്ളി കുഴഞ്ഞു വീണ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു റിസ്ക്കും കൂടെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്നും അടുത്തിടെ പല അപകടങ്ങളും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു രാത്രി മുഴുവനായിട്ട് ഉറക്കം വിളച്ചു കഴിഞ്ഞിട്ട് അടുത്ത രാത്രി അയാൾ ഇതുപോലുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ ഒത്തിരി റിസ്ക് ഫാക്ടറുണ്ട്. ഇപ്പോൾ വേറെ മറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളിപ്പം ഒന്ന് ഉറക്കം തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഇവിടെ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്നു. ഒത്തിരി ട്രെയിനുകൾ നമ്മുടെ ലൈനിൻ്റെ ഓപ്പോസിറ്റ് വരുന്നു, ധാരാളം ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുള്ള ഇത് കാണും. ഞങ്ങളുടെ റോസ്റ്റർ എന്നാണ് പറയുക, ഡ്യൂട്ടി ക്രമത്തിന്, അല്ലെങ്കിൽ ലിങ്ക് എന്നാണ് പറയുക. ആ ലിങ്കുകളിലും റോസ്റ്ററിലും ഒക്കെ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഡ്യൂട്ടികളാണ് കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി, 3 ട്രെയിനുകൾ അറ്റ് എ ടൈം കൂട്ടിയിടിച്ച് നിരവധി പേര് മരിച്ചു. അതിൽ 2 ട്രെയിനുകളുടെ ലോക്കോ പൈലറ്റുമാർ മരിച്ചു. അതിലൊരു ഗുഡ്സ് ട്രെയിൻ അയാൾ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു നിരന്തരമായിട്ടുള്ള ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലേ എന്ന്. ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ലോക്കോ പൈലറ്റുമാർ. ഒരു നൈറ്റ് ഡ്യൂട്ടി കൂടുതൽ ചെയ്തിട്ട് അയാൾക്ക് അല്പം കൂടുതൽ പൈസ കൊടുക്കാം എന്ന് റെയിൽവേ പറയുകയാണെങ്കിൽ തന്നെ, അങ്ങനെ ഒരു നിയമമില്ല, ആണെങ്കിൽ തന്നെ അത് വേണ്ടാന്ന് വെക്കുന്നവരായിരിക്കും ഒരു 90% ലോക്കോ പൈലറ്റുമാരും. കാരണം ഉറക്കം എന്ന് പറയുന്നത് ലോക്കോ പൈലറ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കിട്ടാക്കനിയാണ്. സിർക്കാഡിയൻ റിതം എന്നൊക്കെ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. അതായത് പകല് ജോലി ചെയ്തും രാത്രി ഉറങ്ങിയുമാണ് ജനറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ശരീരത്ത് അതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ മാക്സിമം ഹർട്ട് ചെയ്യാതെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കൊടുക്കുക, അടുത്ത ദിവസം അവനെ ഉറങ്ങാൻ അനുവദിക്കുക. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റുകൾ പകുതി കുറയും എന്നുള്ളതാണ്. നമുക്കറിയാം പലരും സൂയിസൈഡ് ചെയ്യുന്നതിന് പലതരത്തിൽ ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലും പേര് ഇപ്പം ട്രെയിനിന് മുന്നിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യുന്നു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ, അത് എണ്ണമറ്റ സംഭവങ്ങളാണ് ഒരു ലോക്കോ പൈലറ്റിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. നമ്മൾ ആദ്യം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലോക്കോ പൈലറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അതുമായിട്ടങ്ങ് ഇടപഴകി അതൊരു വലിയ ഇഷ്യൂ അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കാണാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കേസാണ് ഈ റൺ ഓവർ എന്ന് റെയിൽവേ വിളിക്കുന്ന ആത്മഹത്യ അല്ലെങ്കിൽ അപകടം മൂലം മരിക്കുന്നത്. അശ്രദ്ധ മൂലം മരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ച് ആത്മഹത്യക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നവരുമുണ്ട്. ലോക്കോ പൈലറ്റിൻ്റെ സർവീസ് ജീവിതത്തിൽ ഏറ്റവും അയാളെ ഹോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളാണ് ആത്മഹത്യകൾ എന്ന് പറയുന്നത്. അത് റൺ ഓവർ എന്ന് റെയിൽവേ പേരിട്ട് വിളിക്കുന്ന ആളുകൾ അപകടപ്പെടുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ധാരാളം. അതായത് ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണം തിട്ടപ്പെടുത്താനാവാതെ അങ്ങനെ പോകുന്ന രീതിയിൽ ധാരാളം സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കേണ്ടി വരും നിരന്തരം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഒരു രീതിയിലും ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം 90 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വലിയ മാസാണ് ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ റോഡ് വെഹിക്കിൾസ് പോലെ ചവിട്ടിയാൽ നിൽക്കുന്ന ഒരു സാധനമല്ല. അതിൻ്റെ മൊമെൻറ്റം കാരണം അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 500 മീറ്ററെങ്കിലും പാസ് ചെയ്തിട്ട് അത് നിൽക്കുന്നുണ്ട്. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി സേവനമനുഷ്ഠിച്ച വേണുഗോപാൽ ജെയുമായി
സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.